Okay friends, without wasting time we can move to the next topic, the next phyla, and that is Apicomplexa. Apicomplexa important ആണ്. It's also known as Sporozoa. ഇതിൻ്റെ ബോഡി is covered by semi-rigid pellicle വഴി കവർ ചെയ്യപ്പെട്ടിരിക്കുന്നു. പിന്നെ locomotor structures absent ആണ് അഡൽട്ടിൽ. However, gametes may have flagellae and immature forms may have pseudopodia. Okay. Presence of an apical organelle called apical complex in motile stages for adhesion or penetration. അപ്പോൾ ഈ കോംപ്ലക്സ് ഓർഗനൽ കൺസിസ്റ്റ് ഓഫ് എ കോൺ-like structures, 1 or 2 polar rings or microtubules, several flask-like granular structures called rhombus and numerous tubular micronyms. പിന്നെ ഇതിൻ്റെ സൈറ്റോപ്ലാസം may or may not be marked out into ectoplasm, plasma or endoplasm. പിന്നെ ഇതിൻ്റെ യങ് ഫോംസ് മൾട്ടിന്യൂക്ലിയേറ്റ് ആണ്. അത് മൾട്ടിന്യൂക്ലിയേറ്റ് they become multinucleate at or before the time of multiple fission. Nutrition parasitic ആണ്. Formation of ancestors caused by the multiple fission of adults except in blood inhabiting forms. ഇതിൻ്റെ ലൈഫ് സൈക്കിൾ കോംപ്ലക്സ് ആണ്. ഓക്കെ, ഇതിൽ അപ്പിക്കൽ കോംപ്ലക്സ് ഉള്ളത് കൊണ്ടാണ് ഇതിനെ അപ്പികോംപ്ലക്സ എന്ന് വിളിക്കുന്നത്. പിന്നെ ഇതിൻ്റെ എക്സാമ്പിൾസ് 500-ലധികം സ്പീഷീസ് വരുന്നുണ്ട്. സ്പോറോസോൺസ് ഹാവ് ബീൻ ഐഡൻറ്റിഫൈഡ്. പിന്നെ പ്ലാസ്മോഡിയം ഇതിൻ്റെ എക്സാമ്പിളാണ്. ഹ്യൂമൻ മലേറിയൽ പാരസൈറ്റ് ആയിട്ടുള്ള പ്ലാസ്മോഡിയം ഇതിൻ്റെ എക്സാമ്പിളാണ്. അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. പിന്നെ ഗ്രിഗാരിന, ക്രിക്കറ്റ്സ്, പാരസൈറ്റ് ഇൻ ഗ്രാസ് ഹോപ്പേഴ്സ്, ക്രിക്കറ്റ്സിലും ഹോപ്പേഴ്സിലൊക്കെ കാണപ്പെടുന്ന പാരസൈറ്റാണ് ഗ്രിഗാരിന. അതേപോലെ തന്നെ മോണസിസ്റ്റിക്, എർത്ത് കാണുന്ന പാരസൈറ്റാണ്. അതൊക്കെ ഇതിന് എക്സാമ്പിളാണ്. ഓക്കെ, വി ക്യാൻ ഗോ ടു ദ നെക്സ്റ്റ് ഫൈലം, മെറ്റാമൊണാഡിയ ആണ് ഇതിൻ്റെ എക്സാമ്പിൾ വരുന്നത്. അത് നമുക്ക് കാര്യമായിട്ട് പഠിക്കാമല്ലോ, എന്നാലും ജസ്റ്റ് നോക്കാം. ലാർജ് ഗ്രൂപ്പ് ഓഫ് അനറോബിക് ഫ്ലജലേറ്റ് പ്രോട്ടിസ്റ്റ് ആണ് വിത്തൗട്ട് മൈറ്റോകോൺട്രിയ ആൻഡ് പ്ലാസ്റ്റിഡ്സ്. ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഓവലും എലോങ്ങേറ്റഡ് ബോഡിയാണ്, കവേർഡ് ബൈ ഡെലിക്കേറ്റ് പെല്ലിക്കിൾ. പിന്നെ പ്രസൻസ് ഓഫ് 1 or more പെയർസ് ഓഫ് ഫ്ലജല്ലേ. പിന്നെ ഫങ്ഷണൽ മൈറ്റോകോൺട്രിയയുടെയും പ്ലാസ്റ്റിഡ്സിൻ്റെ ആബ്സെൻസും പ്രസൻസ് ഓഫ് മൈറ്റോകോൺട്രിയൽ റെലിക്സ് ഹൈഡ്രോജനസോൺസും. പിന്നെ പ്രസൻസ് ഓഫ് 1 or more പെയർസ് ഓഫ് ന്യൂക്ലിയൈ. ദെൻ ന്യൂട്രീഷൻ ഇസ് ഫാഗോട്രോഫിക് ആണ്. പിന്നെ ഇത് സിസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ എക്സാമ്പിൾ വരുന്നത് ഗയേഡിയ, അതേപോലെ തന്നെ കാർപീഡിയമോണാസ്. ഓക്കെ, അപ്പോൾ ഗയേഡിയ ഇൻഡസ്ട്രിയൽസിനെ കുറിച്ച് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അത് പക്ഷേ വളരെ കുറച്ച്, നമുക്കൊന്നും പഠിക്കാനില്ല ഇതിനെക്കുറിച്ച്. ജസ്റ്റ് പേരും എക്സാമ്പിളും വളരെ കുറച്ച് 1-2 കാര്യങ്ങൾ മാത്രം മതി. ഗയേഡിയ എന്ന് പറയുന്ന പ്രൊട്ടിസ്റ്റ് പാരസൈറ്റാണ്. ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ ട്രാക്ട് ഓഫ് ഹ്യൂമൻ്റെ ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ ട്രാക്റ്റിൽ ഇത് ഇൻഹാബിറ്റ് ചെയ്യുന്നു. ഓക്കെ, ദെൻ trophocyte of Giardia is a bilaterally symmetrical or multiflagellate. The bilaterally symmetry of Giardia is a unusual feature, or rather an oddity among protists. Okay, then nutrition. അപ്പോൾ മിക്കതിലും ബയലാറ്ററൽ സിമെട്രി ഒന്നിലും കാണിക്കുന്നില്ല, ഇതിലല്ലാണ്ട് ഗയേഡിയയിലല്ലാണ്ട് കേട്ടോ. അത് ഒരു മെയിനായിട്ടുള്ള ഓഡ് ഫീച്ചറാണ്. ഓക്കെ, പിന്നെ ന്യൂട്രീഷൻ എന്ന് പറയുന്നത് സെപ്രോട്രോഫിക് ആണ്. റീപ്രൊഡക്ഷൻ ലോഞ്ചിറ്റ്യൂഡൽ ബൈനറി ഫിഷൻ വഴിയാണ്. അടുത്ത ഫൈലം എന്ന് പറയുന്നത് കൈനറ്റോപ്ലാസ്റ്റ് ആണ്. അതിൻ്റെ ബോഡി എലോങ്ങേറ്റഡും നാരോ ആൻഡ് വിത്തൗട്ട് പെല്ലിക്കിളാണ്. 1, 2, 3 ഫ്ലജല്ലേ ഉണ്ടാവാം. പ്രസൻസ് ഓഫ് ആൻ അൺഡുലേറ്റിംഗ് മെംബ്രെയിൻ ഇൻ സം ഫോംസ്. പിന്നെ സെൻട്രിയോൾസ്, പ്ലാസ്റ്റിഡ്സ് ആബ്സെൻ്റ് ആണ്. ഓക്കെ, ദെൻ ഇതിൻ്റെ എക്സാമ്പിൾസ് വരുന്നത് ട്രിപ്പനോസോമ, ലീഷ്മാനിയ, ലെപ്റ്റോമോണാസ്, റിത്തീഡിയ ഒക്കെയാണ്. അടുത്ത ഫൈലം എന്ന് പറയുന്നത് ഫൈലം ചോയാനോഫ്ലജലേറ്റ ആണ്. ഈ ഫൈലം കൂടിയേ നമുക്ക് പഠിക്കാനുള്ളൂ. ഈ ഫൈലം എന്ന് പറയുന്നത് ഇതിനെക്കുറിച്ച് അധികം പഠിക്കാനില്ല. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫൈലങ്ങളൊക്കെ ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇത് മാത്രമേ പഠിക്കാനുള്ളൂ. അത് ജസ്റ്റ് ഒന്നും ബാക്കി ഇമ്പോർട്ടൻ്റ് അല്ലാത്തത് പറഞ്ഞ പോലെ തന്നെ ഇത് പഠിച്ചാൽ മതി. സിംഗിൾ ഫ്ലജല്ലം ആണുള്ളത്, വിച്ച് ഇസ് ലോക്കോമോട്ടർ ആസ് വെൽ ആസ് ഫുഡ് കളക്റ്റിംഗ് ആണ് ഈ ഫ്ലജല്ലം എന്ന് പറയുന്നത്, ഈ സിംഗിൾ ഫൈലം എന്ന് പറയുന്നത്. പിന്നെ മെംബ്രെയിനസ് ഷീത്തിൻ്റെയും അഥവാ സിലീഷ്യസ് ലോറിക്കയുടെയും പ്രസൻസ് കാണിക്കുന്നു. പിന്നെ എബിലിറ്റി ടു മെറ്റബോളൈസ് സിലിക്ക ആൻഡ് ടു ഡിസ്ചാർജ് ഓസ്മോറെഗുലേറ്ററി വാട്ടർ ത്രൂ കോൺട്രാക്ടൈൽ വാക്യൂൾസും കാണിക്കുന്നു. ഇതിൻ്റെ എക്സാമ്പിൾസ് വരുന്നത് പ്രൊട്ടറോസ്പോഞ്ചിയ,
അതേപോലെ തന്നെ കോഡോസിക ആണ്. ഓക്കെ, ഇതിൻ്റെ എക്സാമ്പിൾ ഇപ്പോൾ പറഞ്ഞത് പ്രൊട്ടറോസ്പോഞ്ചിയനെ കുറിച്ച് കുറച്ച് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അതിനെക്കുറിച്ച് പഠിക്കാനില്ല, ജസ്റ്റ് പറയാമെന്നുള്ളൂ. അത് ഫ്രീ ലിവിങ്ങും ഫ്രഷ് വാട്ടർ ആൻഡ് കൊളോണിയൽ ക്വാനോഫ്ലജലേറ്റ് പ്രൊട്ടിസ്റ്റാണ്. എന്താ പറയുക, ഇറ്റ്സ് കോളനി കൺസിസ്റ്റ് ഓഫ് എ ഗെലറ്റിനസ് മെട്രിക്സ് ഇൻ വിച്ച് ന്യൂമറസ് യൂണിസെല്ലുലാർ സൂയിറ്റ്സ് റിമെയിൻ എംബഡഡ്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത്, അപ്പോൾ ഇതിൻ്റെ ക്ലാസിഫിക്കേഷനെ കുറിച്ച്, പ്രൊട്ടിസ്റ്റയുടെ ക്ലാസിഫിക്കേഷൻ, ഇതിനെ 18 ഫൈലമായിട്ട് തിരിച്ചിരിക്കുന്നു. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫൈലത്തിനെ കുറിച്ചിട്ട് വളരെ നന്നായി പഠിക്കുന്നത്, എന്തായാലും ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. ഇനി നമുക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വലിയ ടോപ്പിക്കും കൂടി എടുക്കാനുണ്ട്. അതും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ മൊഡ്യൂള് 4th മൊഡ്യൂളിലൂടെ അവസാനിക്കുകയാണ്. ആൻഡ് ദാറ്റ് ടോപ്പിക് നെയിം ഈസ് പ്ലാസ്മോഡിയം വൈവാക്സ്. ഓക്കെ, പ്ലാസ്മോഡിയം വൈവാക്സ് എന്ന് പറയുന്നത് മലേറിയൽ പാരസൈറ്റാണ്. മലേറിയ കോസിങ് പാരസൈറ്റാണ് എന്ത്, പ്ലാസ്മോഡിയം വൈവാക്സ്. ദാറ്റ് കോസസ് എ ബിനൈൻ ടെട്രീൻ വൈവാക്സ് type of human malaria. Okay, it undergoes a sexual phase of its life cycle in man and the sexual phase in mosquito. ഇതിൻ്റെ സെക്ഷൽ ഫേസ് ഇത് അണ്ടർഗോ ചെയ്യുന്നത് മാനിലും സെക്ഷൽ ഫേസ് അണ്ടർഗോ ചെയ്യുന്നത് മോസ്കിറ്റോയിലുമാണ്. മോസ്കിറ്റോ ഇല്ലാതെ ഇതിൻ്റെ ലൈഫ് ഇതിന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ മാൻ ഹോസ്റ്റും ഇല്ലാതെ ഇതിൻ്റെ ലൈഫ് ഇതിന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പ്ലാസ്മോഡിയം വൈവാക്സിൻ്റെ ലൈഫ് കംപ്ലീഷന് വേണ്ടിയിട്ട് 2 ഹോസ്റ്റുകളും പ്രധാനമാണ്. മോസ്കിറ്റോയും വേണം, അതേപോലെ തന്നെ ഹ്യൂമാനും ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്കിതിൻ്റെ മോർഫോളജി പറയാം. മെച്യൂർ ഫീഡിങ് ആൻഡ് ഗ്രോയിങ് ഇൻട്രാസെല്ലുലാർ പാരസൈറ്റ് ഇൻ മാൻ ഈസ് കോൾഡ് ട്രോഫോസൈറ്റ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ചോദ്യം വരാറുണ്ട്. മെച്യൂർ ഫീഡിങ് ആൻഡ് ഗ്രോയിങ് ഇൻട്രാസെല്ലുലാർ പാരസൈറ്റ്സ് ഇൻ മാൻ ഈസ് കോൾഡ് ഡാഷ് ദ വാട്ട് ട്രോപ്പോസൈറ്റ്. ഇറ്റ് ഈസ് എൻ അമീബോയ്ഡ് ആൻഡ് യൂണിന്യൂക്ലിയേറ്റ് ഫോം എൻവലപ്ഡ് ബൈ പ്ലാസ്മലെമ്മ. പ്ലാസ്മലെമ്മ എൻവലപ്പ് ചെയ്തിട്ടുള്ള യൂണിന്യൂക്ലിയേറ്റ് അതേപോലെ തന്നെ അമീബോയ്ഡ് ഫോമാണിത്. സൈറ്റോപ്ലാസം ഇസ് ഗ്രാനുലാർ. സൈറ്റോപ്ലാസം ഗ്രാനുലാർ ആണ്. സൈറ്റോപ്ലാസത്തിൽ വെസ്കുലാർ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഗോൾജി ബോഡീസും ഫ്രീ ആൻഡ് അറ്റാച്ച്ഡ് റൈബോസോംസും ഫുഡ് വാക്യൂൾസും മൈറ്റോകോൺട്രിയും ഒക്കെ കാണപ്പെടുന്നു. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഗ്രാനുലാർ ആണ്. അതേപോലെ തന്നെ ഗ്രാനുലാറും കാണുന്നു. 1 or 2 double-walled vacuoles and pinosomes may also be present in the cytoplasm. ഫുഡ് വാക്യൂൾസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇറ്റ് കണ്ടെയ്ൻ ഹീമോസോയിൻ, എ ഡാർക്ക് റെസിഡൽ പിഗ്മെൻറ്റ് ഫോംഡ് ഡ്യൂറിങ് ദ ഡൈജഷൻ ഓഫ് ഹീമോഗ്ലോബിൻ ബൈ ദ പാരസൈറ്റ്. Attached to the plasma lemma is a double-layered concentric body suspected to have മൈറ്റോകോൺഡ്രിയൽ ഫംഗ്ഷൻ. ഇതിൻ്റെ ലൈഫ് ഹിസ്റ്ററി ഇമ്പോർട്ടൻ്റ് ആണ്, അതിനെക്കുറിച്ച് പറയാം. ലൈഫ് ഹിസ്റ്ററി ഓഫ് പി വൈവാക്സ് ഇൻവോൾവ്സ് ആദ്യം പറഞ്ഞ പോലെ റെഗുലർ ആൻഡ് സൈക്ലിക് ഓൾട്ടർനേഷൻ ബിറ്റ്വീൻ അസെക്ഷൽ ആൻഡ് സെക്ഷൽ ഫേസസ് ആൻഡ് ഓൾസോ ബിറ്റ്വീൻ വെർട്ടബ്രേറ്റ് ആൻഡ് ഇൻവെർട്ടബ്രേറ്റ് ഹോസ്റ്റ്. അപ്പോൾ ഇതിൻ്റെ ലൈഫ് സൈക്കിള് സെക്ഷലും അസെക്ഷലുമായിട്ടുള്ള ഫേസസ് ഇൻക്ലൂഡ് ചെയ്യുന്നു. അതേപോലെ തന്നെ ഒരു വെർട്ടബ്രേറ്റ് ഹോസ്റ്റും ഇൻവെർട്ടബ്രേറ്റ് ഹോസ്റ്റും ഇതിന് ആവശ്യമാണ്. The sexual phase of the life cycle is completed in man and it's sometimes called intra corporeal phase, and the sexual phase is mosquito. In mosquito is called the extra corporeal phase. അപ്പോൾ ഇൻട്രാ കോർപ്പോറിയൽ ഫേസിൽ എന്തൊക്കെ ഉണ്ടാവുന്നതെന്ന് നോക്കാം. ദ ലൈഫ് സൈക്കിൾ ഓഫ് പി വൈവാക്സ് ഇൻ മാൻ ഇൻവോൾവ്സ് റിപ്പീറ്റിംഗ് സൈക്കിൾസ് ഓഫ് അസെക്ഷൽ മൾട്ടിപ്ലിക്കേഷൻ നോൺ ആസ് സ്കൈസോഗോണി. ഈ സ്കൈസോഗോണി ടേക്സ് പ്ലേസ് ഇൻ 2 സ്റ്റേജസ്. 2 സ്റ്റേജസ് ആയിട്ടാണ് നടക്കുന്നത്. ആദ്യം നടക്കുന്നത് ഇൻ liver cells, liver schizogamy or pre-erythrocytic cycle, and then in erythrocytes. Okay, അപ്പോൾ ഇൻട്രാകോർപ്പോറിയൽ ഫേസ് ബിഗിൻസ് വിത്ത് ദ ഇനോക്കുലേഷൻ ഓഫ് മലേറിയൽ പാരസൈറ്റ് ഇൻ ടു ഹ്യൂമൻ ബോഡി. അപ്പോൾ ഈ കൊതുകിൽ മൊസ്കിറ്റോ നോഫ്ലസ് മോസ്കിറ്റോസിൽ കൊണ്ട് നടക്കുന്ന പ്ലാസ്മോഡിയം വൈവാക്സ് ഹ്യൂമൻ ബോഡിയിലേക്ക് ഇൻജെക്റ്റ് ചെയ്യുമ്പോൾ ഇൻകോർപ്പോറിയൽ ഫേസ് സ്റ്റാർട്ട് ചെയ്യുന്നു. ദിസ് ഹാപ്പൻസ് വെൻ ആൻ ഇൻഫെക്റ്റഡ് മോസ്കിറ്റോ ബൈറ്റ്സ് മാൻ ഫോർ ഇറ്റ്സ് ബ്ലഡ് മീൽ. അപ്പോൾ ഇത് മോസ്കിറ്റോ ബൈറ്റ് ചെയ്യുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. പാരസൈറ്റ് ആസ് ഇൻജെക്റ്റഡ് ടു ഹ്യൂമൻ ബോഡി ആർ കോൾഡ് സ്പോറോസോയിഡ്സ്. ദേ ആർ മൈന്യൂട്ട് ത്രെഡ് ലൈക്ക് ആൻഡ് curved forms with tapering ends and an elongated central nucleus. Okay. ലിവർ സ്കൈസോഗോണിനെ കുറിച്ച് പറയാട്ടെ. ഇൻട്രാകോർപ്പോറിയൽ ഫേസിൽ വരുന്നതാണ്. ലിവർ സ്കൈസോഗോണി എന്ന് പറയുമ്പോൾ സ്പോറോസൈറ്റ് സർക്കുലേറ്റ് ഇൻ പെരിഫറൽ ബ്ലഡ് സ്ട്രീം about 30 minutes. 30 മിനിറ്റോളം സ്പോറോസൈറ്റ് പെരിഫറൽ ബ്ലഡ് സ്ട്രീമിൽ സർക്കുലേറ്റ് ചെയ്യും. അതിനുശേഷം ദേ ഗെറ്റ് ഇൻ ടു ദി പാരൻകിമ സെൽസ് ഓഫ് ലിവർ ആൻഡ്
ആഫ്റ്റർ 5 to 15 days അണ്ടർഗോ ലിവർ സ്കൈസോഗോണി. ഈ സമയത്ത് ഇത് കാണിക്കില്ല കേട്ടോ. എന്താ പറയുക, ഈ ആൾ എഫക്റ്റഡ് ആണെന്നുള്ള ഒരു സിംറ്റം ഇത് കാണിക്കില്ല. പിന്നെ ലൈസോഗോണി ഓൾസോ നോൺ ആസ് പ്രീ എർത്തറോട്ടിക് സൈക്കിൾ ലാസ്റ്റ് ഫോർ നിയർലി 8 days. ഓക്കെ. പിന്നെ ഹെപ്പറ്റോസൈറ്റിൻ്റെ ഉള്ളിൽ ദ സ്പോറോസോയിഡ് ഫസ്റ്റ് അബ്സോർബ്സ് ന്യൂട്രിയൻസ് ആൻഡ് ഗ്രോസ് ടു എ സ്ഫെറിക്കൽ ട്രോപ്പോസൈറ്റ് നോൺ ആസ് ക്രിപ്റ്റോസൈഡ്. അതിനുശേഷം it transforms to a dividing form called cryptoschizont or cryptomerant. അതിനുശേഷം it undergoes multiple fission and gives rise to numerous cryptomerocytes. Cryptomerocytes soon invade erythrocytes, undergo the endoerythrocytic schizogonia and initiate malaria in host. അപ്പം മാത്രമേ മലേറിയ കാണിക്കുന്നുള്ളൂ. ഓക്കെ. അപ്പോൾ ലിവർ സ്കൈസോഗോണിയുടെ ടൈമിൽ ദ മലേറിയ പാരസൈറ്റ് ഡു നോട്ട് കോസ് എനി പാത്തോളജിക്കൽ ഡാമേജ് nor do they produce any clinical manifestation in the human host. So liver schizogonia is simply a mechanism to enormously increase എന്താ പറയുക, ഇതിൻ്റെ പോപ്പുലേഷൻ ഇത് ഒരുപാട് ഇൻക്രീസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ലിവർ സ്കൈസോഗോണിയ നടക്കുന്നത്. ഒരു ഹാമും ലിവർ സെൽസിന് ഇത് ഉണ്ടാക്കുന്നില്ല ഈ ടൈമിൽ കേട്ടോ. ഓക്കെ. ഇൻക്രീസ് ദ നമ്പർ ഓഫ് ദ പാരസൈറ്റ് ഫോർ ദ സക്സസ്ഫുൾ കംപ്ലീഷൻ ഓഫ് ദ ലൈഫ് സൈക്കിൾ. ഇത്രയേ ഉള്ളൂ. ഇത് മെക്കാനിസം ഇതിന് വേണ്ടിയിട്ട് മാത്രമാണ് നടക്കുന്നത്. ഇനി എർത്രോസൈറ്റിക് സ്കൈസോഗോണിയെ കുറിച്ച് പറയാം. ഓക്കെ. ദ മെറോസോയിഡ്സ് വിച്ച് ഹാവ് എൻറ്റേർഡ് ദ എർത്രോസൈറ്റ്സിൽ എൻറ്റർ ചെയ്ത മെറോസൈറ്റ്സ് ആദ്യം സ്ഫെറിക്കലാകുന്നു. അതിനുശേഷം ഗ്രോ ടു ഇമ്മച്വർ ട്രോഫോസൈറ്റ്സ്. പിന്നെ അത് ഫീഡ് ഓൺ ദ ഹോസ്റ്റ് സെൽ ബൈ ഇൻജസ്റ്റിംഗ് ഹീമോഗ്ലോബിൻ ആൻഡ് അതർ എർത്രോസൈറ്റിക് മെറ്റീരിയൽസ്. Portion of erythrocyte unoccupied by trophocyte shows a dotted or slipped appearance. ഈ ഡോട്ടിന് പറയുന്ന പേരാണ് ഷഫ്സേഴ്സ് ഡോട്ട്സ്. ഓക്കെ. പിന്നെ ഈ ട്രോഫോസൈറ്റ് സൂൺ ബിക്കംസ് വാക്യുലേറ്റഡ്. പെട്ടെന്ന് തന്നെ ഇത് വാക്യുലേറ്റഡ് ആവുന്നു. ഇതിൻ്റെ പേരാണ് സിഗ്നറ്റഡ് റിംഗ്. It has large central vacuole and marginal ring of cytoplasm that contains nucleus and cell organelles. The vacuole of the signet ring is called nutrient vacuole. It's lined by double membrane, probably derived from the plasma membrane of the parasite. The vacuole contains several enzymes which break down the hemoglobin of the RBC into hemetin and amino acids. Hemetin is further transformed into the brownish yellow and toxic malarial pigment hemozoin. അതിനുശേഷം which gets concentrated into the vacuole. പെട്ടെന്ന് തന്നെ soon the parasite increases in size, develops pseudopodia and becomes amoeboid. പെട്ടെന്ന് തന്നെ ഇത് amoeboid ആകുന്നു pseudopodia ഡെവലപ്പ് ചെയ്യുന്നത് വഴി. അതിനുശേഷം its vacuole becomes much reduced with greater accumulation of pigment granules. Now the parasite occupies more than half of the RBC. This semi-mature trophocyte is called juvenile trophocyte or amoebal state. അതിനുശേഷം the parasite grows further, loses its vacuole and pseudopodia, becomes rounded and fills the whole of the RBC full ഇത് occupy ചെയ്യുന്നു. ഇതിൻ്റെ പേരാണ് now it is called mature trophocyte. Soon the trophocyte transforms to a dividing form called schizont or meroen. പെട്ടെന്ന് തന്നെ ഇത് ട്രാൻസ്ഫോം ചെയ്ത് ഡിവൈഡിങ് ഫോമായിട്ട് മാറുന്നു called schizont or meroen. It undergoes multiple fission and produces numerous merozoites or schizozoids inside the RBC. The merozoids first arranged concentrically around 8 compact cluster of pigment granules. The stage is called the rosette stage. It may contain 24 merozoites. അതിനുശേഷം then the RBC breaks down, releasing the merozoites to the blood plasma, along with them residual cytoplasm. Hemozoin and other toxic products are also released to human blood plasma. This initiates malarial paroxysm characterized by high requiring fever and chill. ഇപ്പോഴാണ് ഫീവറും ചില്ലും ഇത് കാണിക്കുന്നത്. The pigment and other products get accumulated in the spleen or beneath the skin, giving a pale yellow color to malarial patients. ഓക്കെ. ഇനി പെട്ടെന്ന് ഒരു ഔട്ട്ലൈൻ പറയാം ഇതിൻ്റെ ലൈഫ് സൈക്കിളിൻ്റെ. ആദ്യം ലൈഫ് സൈക്കിളല്ല ഇതിന് സംഭവിക്കുന്ന കാര്യങ്ങൾ. ആദ്യം അതന്നെ ലൈഫ് സൈക്കിൾ തന്നെ. ആദ്യം പ്രീ എറിത്രോസൈറ്റ് ക്രിപ്റ്റോമെറോസൈറ്റ് ആകും. പിന്നെ അത് ട്രോഫോസൈറ്റിൻ RBC ആകും. പിന്നെ സിഗ്നറ്റ് റിങ് ഫോം ചെയ്തിട്ട് ജുവനൈൽ ട്രോഫോസോയിറ്റ് ആകും. അടുത്തതായിട്ട് അഡൽട്ട് ട്രോഫോസൈറ്റ്, ദെൻ സ്കൈസോൺ, പിന്നെ മെറോഗോണി, റൊസെറ്റ് സ്റ്റേജ് ആൻഡ് മെറോസോയിറ്റ്സ്. അങ്ങനെയാണ് ഇതിൻ്റെ ലൈഫ് സൈക്കിൾ വരുന്നത്. ഓക്കെ.
ഒരുപാട് സ്പീഷീസ് ഉണ്ട് ഇതിൽ. പിന്നെ ഇത് പറയുന്നത് the endoerythrocytic cycle is called also Golgi, cycle of Golgi എന്നും പറയുന്നു. കാരണം കാമിലോ ഗോൾജി ആണ് ഇത് ഡിസ്കവർ ചെയ്തത്. ഇറ്റ് ടേക്സ് 72 hours in P. malaria and 48 hours in other species. ഓക്കെ, ഇനി ഗാമറ്റോസൈറ്റ്സിൻ്റെ ഫോർമേഷന് പറയുകയാണെങ്കിൽ ആഫ്റ്റർ സെവറൽ റിപ്പീറ്റിംഗ് സൈക്കിൾസ് ഓഫ് എറിത്രോസൈറ്റിക് സൈസോഗോണിയ സെക്ഷൽ റീപ്രൊഡക്ഷൻ ബിക്കംസ് ഡിഫിക്കൽട്ട് ആകുന്നു. അപ്പോൾ അതെന്ത് ചെയ്യും? ഓക്കെ, ഇതിൻ്റെ ഫോർമേഷൻ ഓഫ് ഗാമറ്റോസൈറ്റ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ റിപ്പീറ്റഡ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ അണ്ടർഗോ ചെയ്യുമ്പോൾ പിന്നെ അതിന് അസെക്ഷൽ റീപ്രൊഡക്ഷൻ അണ്ടർഗോ ചെയ്യാൻ പറ്റാതാവുന്ന സമയത്ത് അത് ഗാമേറ്റ് ആയിട്ട് മാറുന്നു. സെക്ഷൽ ഫോം ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് സെക്ഷലി അത് റീപ്രൊഡ്യൂസ് ചെയ്തിട്ട് ഗാമറ്റോസൈറ്റ്സ് ആകുന്നു. ഈ ഗാമറ്റോസൈറ്റ്സ് എന്ന് പറയുന്നത് അനോഫിലസ് മോസ്കിറ്റോസിന് വളരെ ഹാംഫുള്ളാണ്. അവരില്ലാതെ ഇതിൻ്റെ ലൈഫ് സൈക്കിളും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വേറൊരു മോസ്കിറ്റോ ഈ ഇൻഫെക്റ്റഡ് പേഴ്സണെ വന്ന് കടിക്കുകയാണെങ്കിൽ, ബൈറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിലുള്ള ഗാമറ്റോസൈറ്റ്സ് ആ മോസ്കിറ്റോയിലേക്ക് ട്രാൻസ്ഫോം ചെയ്യപ്പെടുന്നു. ഫർദർ ഡെവലപ്മെൻറ്റ്സ് അതിലേക്ക് നടക്കുന്നു. ഇനി എക്സ്ട്രാ കോർപ്പോറിയൽ ഫേസിനെ കുറിച്ച് പറയാം. അപ്പോൾ എക്സ്ട്രാ കോർപ്പോറിയൽ ഫേസിൽ ഇതിൻ്റെ മോസ്കിറ്റോയുടെ മിഡ് ഗട്ടിൽ ദ ഇൻജസ്റ്റഡ് ഹ്യൂമൻ ആർബീസസ് ബ്രേക്ക് ഡൗൺ ആൻഡ് റിലീസ് ദ ഗാമറ്റോസൈറ്റ് ദേ കണ്ടെയ്ൻ. ഓക്കെ, ഇതാണ് ബിഗിനിങ് ഓഫ് എക്സ്ട്രാ കോർപ്പോറിയൽ സെക്ഷൽ ഫേസിനെ മാർക്ക് ചെയ്യുന്നത്. ബാക്കി എല്ലാ ഡെവലപ്മെൻറ്റ് ഓഫ് സൈക്കിൾ ഓഫ് പ്ലാസ്മോഡിയം ആൻഡ് മോസ്കിറ്റോ ഇസ് കോൾഡ് സൈക്കിൾ ഓഫ് റോസ്. അപ്പോൾ ഇവിടെ നടക്കുന്നത് സെക്ഷൽ ഫേസ് ആണ്. ഇതിൻ്റെ പേര് സൈക്കിൾ ഓഫ് റോസ് ആണ്. ആഫ്റ്റർ ദ ഇത് ഡിസ്കവർ ചെയ്തത് സാർ റൊണാൾഡ് റോസ് ആയതുകൊണ്ടാണ് ഈ പേര് വിളിക്കുന്നത്. ഇറ്റ് മേ ടേക്ക് 7 to 10 days. It is completed in 3 stages, namely gamogony, syngamy or gamogamy, and sporogony. Gamogony and syngamy take place in the midgut cavity and sporogony in the gut wall. അപ്പോൾ 3 സ്റ്റേജസ് ഗാമോഗോണി, സിംഗാമി, സ്പോറോഗോണിയാണ്. ഓക്കെ, ആ 3 സ്റ്റേജസും പിന്നെ ഇതിൻ്റെ പാത്തോജെനിസിറ്റി ആൻഡ് ക്ലിനിക്കൽ ഫീച്ചേഴ്സിനെ കുറിച്ചിട്ടും പിന്നെ പാത്തോളജിക്കൽ ചേഞ്ചസും മലേറിയയുടെ കൺട്രോളിനെ കുറിച്ചിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. അത് നെക്സ്റ്റ് വോയിസിൽ കഴിയും. അതും കൂടി കഴിഞ്ഞ മൊഡ്യൂൾ കഴിയുകയാണ്. അത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.